കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായതിനെ തുടർന്ന് ഇപ്പോൾ വ്യാപകമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടിയുടെ രക്ഷിതാക്കളും കൂടി വാഹനത്തിൽ ഇരുത്തിക്കൊണ്ട് പോലീസ് SCPയുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോഴത്തെ പരിശോധന. ഈ രാത്രിയിലും വലിയ തരത്തിൽ പോലീസ് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നു, സമീപ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുന്നു. ആ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ തൻവിയെ കണ്ടെത്തിയിരിക്കുന്നു. വളരെ വലിയൊരു ദൗത്യം പൂർത്തിയാക്കി. അമ്മയുണ്ടായിരുന്നു ദൗത്യത്തില്. ഒരു അമ്മ കരഞ്ഞിരിക്കണ്ട, പേടിക്കണ്ട, എത്തി, വീട്ടുകാരൊക്കെ എത്തിയില്ലേ, ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? തമ്പിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കുട്ടിക്കാണെങ്കിൽ ഇപ്പോൾ കുട്ടിയത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കുട്ടി തന്മയായാലും ഇപ്പോൾ അമ്മയായാലും അച്ഛനായാലും പെൺകുട്ടിക്കൊപ്പം ഉണ്ട്. നടത്തുന്നില്ല. പക്ഷെ ആ സന്തോഷം എന്തായാലും അറിയിക്കുകയാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ട ഒരു തെരച്ചിൽ ഏകദേശം വൈകിട്ട് 5 മണിയോടെ ഉണ്ടായിരുന്ന ഒരു കാണാതായ ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസിൽ ബന്ധുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് എന്തായാലും ആ പരിശോധന വീട്ടുകാരെ കൂടി ചേർത്തുള്ള ഒരു പരിശോധന നടത്തി ഏറ്റവും ഒടുവിൽ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ജോയ്മോൻ, എവിടെ നിന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്? വിവരങ്ങൾ. രുചീഷ്, അത് ഗോശ്രീ പാലത്തിൻ്റെ ഇങ്ങേയറ്റ വശത്തായിട്ടാണ് കുട്ടിയെ കണ്ടത്. അതായത് പാലത്തിൽ കുട്ടിയെ സൈക്കിളിനൊപ്പമാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതായത് ഇപ്പോൾ പാലത്തിലൂടെ നടന്നു പോകുന്ന രീതിയിൽ കണ്ടെത്തിയ കുട്ടിക്ക് ചുറ്റും നാട്ടുകാർ, പാലത്തിലൂടെ കുട്ടി പോകുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ കുട്ടിക്കൊപ്പം ഇത് പരിസരവാസികളായ 2-3 പേർ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരക്ഷിതയാണ് കുട്ടി, യാതൊരുവിധ കുഴപ്പങ്ങളില്ല. എങ്കിൽ തന്നെ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയ സന്തോഷത്തിൽ തന്നെയാണ് വീട്ടുകാരും. അതുപോലെ തന്നെ രുചീഷ്, ജോയ്, എന്തെങ്കിലും ഒരു പ്രതികരണം കുട്ടിയോ ബന്ധുക്കളോ നടത്തുന്നുണ്ടോ? കൊച്ചിന്റെ ബൈറ്റ് എടുക്കാൻ കുട്ടിയുടെ ആശ്വാസമായി, ശരിക്കും ടെൻഷൻ ഫ്രീ ആയി. കണ്ടപ്പോ തന്നെ സമാധാനം. പിന്നെ കുറെ നേർന്നു ഈ ഒരു നിമിഷം. എന്തായാലും പറയണ്ട, വീട്ടിലോട്ട് കൊണ്ടുപോവാ. ഭക്ഷണം കഴിച്ചിട്ടില്ല, വളരെ കുട്ടിക്കാനൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ ഒരു ടെൻഷൻ കൊണ്ടാണ്. എന്റെ ഫോൺ എടുത്തിട്ടാ പോയത്. സ്കൂളില് ടീച്ചർ പറഞ്ഞപ്പോ ഫോൺ ഏതായാലും ഇന്നിപ്പം എവിടായിരുന്നല്ലോ ഇത് ഇപ്പോ ചെയ്തോളാം. ഇയാൾക്ക് പറയാനുള്ള എന്താണെന്ന് അറിയണമല്ലോ. എത്ര നേരം കരഞ്ഞോണ്ടിരിക്കുന്നത്? ഭക്ഷണം ഇയാളുടെ സൈഡും കൂടെ വന്നിട്ട് ഫോൺ കളക്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് മിസ്സിനോട് പറഞ്ഞു. പക്ഷെ ഇയാൾക്ക് ടെൻഷൻ. എന്റെ ഫോൺ എടുത്തിട്ട് പോയപ്പോ ഇനി വീട്ടിൽ വന്ന് പറയുമെന്നുള്ളൊരു പേടിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട്. വളരെ സന്തോഷത്തോടു കൂടി അമ്മയും കുട്ടി ആദ്യം കാണുന്നത്. അപ്പോൾ അതെ, ഞാൻ DP-യുള്ള ഫയർമാനാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബൈക്കിന് തിരിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ സൈക്കിളോട്ട് വന്ന് ഡൗട്ട് തോന്നി. നിങ്ങൾ മീഡിയയിൽ വിഷ്വലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ സംശയം വെച്ച് കുട്ടിയുടെ വണ്ടി എടുത്ത് ചോദിച്ചു, മോളെവിടെ പഠിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഇളമക്കലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിടിച്ചിർത്തി മോളെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. പോലീസുകാർ വന്നു. ഇപ്പോൾ കുട്ടിയെ ആദ്യം കണ്ടെത്തിയ ആളാണ് നമ്മോട് ഇപ്പോൾ സംസാരിച്ചത്. കുട്ടി പാലത്തിലൂടെ നടന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് വാർത്തകൾ ഉൾപ്പെടെ കുട്ടിയെ കണ്ട് തിരിച്ചറിഞ്ഞ ആളാണ് ഇപ്പോൾ കുട്ടിയെ ഈ പാലത്തിന് സമീപത്ത് വെച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയും അതിൽ നിന്ന് കുട്ടിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നതും അതുപോലെ സുരക്ഷിതയായ പെൺകുട്ടി തന്വിയെ കണ്ടെത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ കുട്ടി മാതാപിതാക്കൾക്കൊപ്പം പോലീസ് വാഹനത്തിലുണ്ട്. ഇവരെ ഉടൻ തന്നെ വീട്ടുകാർക്കും വീട്ടുകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കും. എങ്കിൽ തന്നെയാലും കുട്ടിയെ കണ്ടെത്തി DCP സാറിന്റെയും CP സാറിന്റെയും ഒക്കെ ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണി മുതൽ എന്തായാലും നടത്തിയ ഒരു പരിശ്രമം, അത് മാധ്യമങ്ങളിലൂടെ ആദ്യം ഈ വാർത്ത പുറത്തറിഞ്ഞ മുതൽ തന്നെ ആളുകളും എന്തായാലും നാട്ടുകാരും അത്രമാത്രം ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ കൊടുത്തിരുന്നു. കാരണം അത്തരത്തിൽ ഉണ്ടായിരുന്ന കൊച്ചിയിലെ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം കൊച്ചുകുട്ടിയായതുകൊണ്ട്
കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഇതായിരുന്നു. അത് മൊത്തം സിറ്റി മൊത്തം പോലീസ് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 6 മണിയായപ്പോഴേ കിട്ടി. അപ്പം മുതൽ മൊത്തം സിറ്റി പോലീസ് നോക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ഉപേക്ഷയില്ല കുട്ടികളെ കാണാതായി കഴിഞ്ഞാൽ. ഇളമക്കര എസ് ഐ ആണ് തുടങ്ങിയത്. ഇളമക്കര പോലീസ് വന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്, അതായത് കുട്ടിയെ കാണാതായി എന്നുള്ള വിവരം ലഭിച്ച അപ്പോൾ മുതൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. നഗരവ്യാപകമായൊരു അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഇപ്പോൾ കുട്ടിയെ സുരക്ഷിതയായി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിയും അതുപോലെ തന്നെ മാതാപിതാക്കളും ഇപ്പോൾ പോലീസിനൊപ്പം തിരിച്ചിരിക്കുകയാണ്. രുചീഷ്. ശരി ജോയ്, എന്തായാലും കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായ ആ ഒരു ആശങ്കയ്ക്ക് അവസാനമായിരിക്കുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് ആ കുട്ടിയെ കാണാതായതായി ആദ്യം ഒരു വാർത്ത വരുന്നത്. അതിന് പിന്നാലെ തന്നെ 6 മണിയോടെ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് ശേഷം വളരെ ശക്തമായ ഒരു അന്വേഷണം, കൃത്യമായി കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത്. എന്തായാലും മാധ്യമങ്ങളുടെ ഇടപെടൽ അത് തുടക്കത്തിൽ തന്നെ നാട്ടുകാരും കൂടുതൽ ജാഗരൂകരായി ഈ വിഷയത്തിൽ ഇടപെടാൻ കാരണമായി. കാരണം നാട്ടുകാർ തന്നെയാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. ഗോശ്രീ പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു നാട്ടുകാരനാണ് കുട്ടിയുടെ യൂണിഫോം തിരിച്ചറിഞ്ഞ് ആദ്യം കുട്ടിയോട് സംസാരിച്ചത്. അതിനുശേഷം സ്കൂൾ ചോദിച്ചപ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആ നാട്ടുകാരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കുട്ടി സൈക്കിളോട്ട് ഒറ്റയ്ക്ക് വരുന്നു. അപ്പോൾ ഒരു ഡൗട്ട് എനിക്ക് തോന്നി. വിഷ്വൽസ് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള. അപ്പോൾ ഒന്ന് ആ ഡൗട്ട് വെച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്ന് വണ്ടി നിർത്തി കുട്ടിയോട് ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത് ചോദിച്ചു. അപ്പോൾ കുട്ടി ഇളമക്കരയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുട്ടിയോട് പിടിച്ചു നിർത്തി സംസാരിച്ച് നിർത്തി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് അവർ ഒന്നും കറക്റ്റായിട്ട് ഏതൊരു ജോസിനെ പോലെയുള്ള വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന പൗരന്മാർ കൂടിയാണ് ഈ നാടിന്റെ. ഇല്ല, കുട്ടിയാകെ ഡെസ്പായിട്ട് നിൽക്കണമെന്ന് തോന്നി. മാനസികമായിട്ട് കുട്ടിക്ക് എന്തോ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിടിച്ചു നിർത്തിയപ്പോഴത്തേക്ക് വണ്ടിൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് തണുപ്പിച്ചെടുത്ത് നിർത്തി സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, ഇൻഫോം ചെയ്തു. അതെ വാർത്തകൾ കണ്ടിട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു ഒരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ചു കൊണ്ട് വണ്ടി അടിക്കാൻ ഡൗട്ട് വെച്ച് കറക്റ്റ് ചെയ്ത് ആ കുട്ടിയാണെന്ന് എനിക്ക് ഏകദേശം ഒരു അപ്പം തന്നെ കത്തി. അതായത് ഞാൻ റൈറ്റ് തിരിയിലും ഈ കുട്ടി അവിടെ നിന്ന് സൈക്കിളിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ കുട്ടിയെ എനിക്ക് പെട്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ ക്യാച്ചിങ് ആയി. അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചൊരു കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ ഒരു കണക്കൂട്ടിൽ ഞാൻ കുട്ടിയെ പിടിച്ച് നിർത്തിയാണ് ഇവിടെ. അതെ, ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ചോദിച്ചു. കുട്ടി പറഞ്ഞ ഇളമക്കൽ സ്കൂളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പിടിച്ച് നിർത്തി. എവിടെ പോയി കുട്ടി പറഞ്ഞത് ആ കുട്ടിയുടെ അമ്മയുടെ ഇവിടെ നിന്ന് ആര്യമ്പലത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തോ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് മാനസിക വിഷമം ഉണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി ആരോടും പറയാതെ ഒറ്റക്കോട് യാത്ര ചെയ്ത് പോയിട്ട് ആര്യമ്പലം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇരുത്തിച്ചെന്ന് പറഞ്ഞു വൈകുന്നേരം വരെ. എന്നിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് സൈക്കിളോട്ടി പോകുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് മുമ്പാണ് ഞാൻ കണ്ടത്. അതെ അപ്പം തന്നെ പോലീസ് വിളിച്ചിട്ട് കുട്ടിയെ പിടിച്ച് നിർത്തി ഞാൻ. അതെ, സഹായമായി ഹെൽപ്ഫുള്ളായി. അതെ നിങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് മെസ്സേജായിട്ട് കിട്ടുന്നതല്ലോ. അതെ, എൻ്റെ പേര് ജോർജ് ജോയ്. ഞാൻ DP വീട്ടിലെ ഫയർമാനാണ് ഇവിടെ വലർപടം. ജോർജ് ജോയ് എന്ന നാട്ടുകാരൻ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആ പ്രദേശത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ അദ്ദേഹം തയ്യാറായത്. എന്തായാലും ആ ഇടപെടൽ അത് നാട്ടുകാരാകെ തന്നെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ തന്നെ കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞപ്പോൾ മുതൽ നാട്ടുകാരും ആ ജാഗരൂകരായി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ ആ കുട്ടിയെ കിട്ടാനുള്ള ഒരു കാരണമായി മാറിയത്. എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് ഈ വാർത്താ ദിനം അവസാനിക്കുന്നതും. കാരണം വൈകിട്ട് 5 മണി മുതൽ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ തന്നെയായിരുന്നു കൊച്ചിയിലെ പോലീസും ഉണ്ടായിരുന്നത്. കാരണം വളരെ പ്രധാനമാണ്. ആദ്യ മണിക്കൂറുകളിൽ കുട്ടികളെ കാണാതായ സംഭവങ്ങളിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെയുള്ള ഇടപെടൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി പോലീസ് ആകെ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കുട്ടി ഇത്തരത്തിൽ വീട്ടിലേക്ക് പോകാതെ മാറി നിൽക്കേണ്ടി വന്നത് എന്ന് ആ അമ്മ കൂടി പറയുകയാണ്. കണ്ണീരോടെ അമ്മ പറയുന്നത്, മൊബൈൽ ഫോൺ സ്കൂളിൽ പിടിച്ചു വെച്ചപ്പോൾ അത് വീട്ടിലേക്ക് പറയുന്നതിനെ സംബന്ധിച്ചുണ്ടായ ഒരു ആശങ്കയാണ് കുട്ടി ഇത്തരത്തിൽ വീട്ടിലേക്ക് പോകാതെ മാറി നിൽക്കാൻ ഒരു കാരണമായത്. എന്തായാലും തൻവിക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പോലും സാധിക്കാതെ അവിടെ ഇരുന്ന് കരയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ജോർജ് ജോയ് എന്ന നാട്ടുകാരനാണ് ഈ കുട്ടി ഗോശ്രീ പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുകയും പിന്നീട് പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തത്. കൊച്ചി പോലീസ് ഒന്നാകെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് അതിന് പിന്നാലെ തന്നെ
ഏത് മണിക്കൂറിൽ എവിടെയായിരുന്നു കുട്ടി ഉണ്ടായിരുന്നതെന്ന് സംബന്ധിച്ച് വലിയ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഗോശ്രീ പാലത്തിൻ്റെ സമീപത്തേക്ക് കൂടി പോലീസ് എത്തിയത്. അവിടെയും നാട്ടുകാരുടെ ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമാവുകയും ചെയ്തു. ജോർജോ എന്ന മനുഷ്യൻ ആ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഒരു സന്തോഷ വാർത്തയോട് തന്നെ ഈ വാർത്താ ദിനം അവസാനിക്കുകയാണ്. നമസ്കാരം.